പല വീടുകളിലും പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡ് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇനിയിപ്പോ കേരളത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിയുണ്ട് സൂക്ഷിക്കണേ എന്ന് വലിയ ബോർഡ് വെക്കേണ്ടി വരും. അതായത് സ്വന്തം മകൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോടൊരു കണ്ണ് വേണേ എൻ്റെ വീട്ടിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇനി വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്നത്. കാരണം ഇന്നും ഇതാ സ്വന്തം ഉമ്മയെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് മർദ്ദിച്ചിട്ട് ഒരുത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് തിരുവനന്തപുരത്ത് മയക്കുമരുന്നിന്റെ പേരിലാണോ എന്തിന്റെ പേരിലാവട്ടെ, എല്ലാ മയക്കുമരുന്നല്ല, പക്ഷെ എന്താണെങ്കിലും 4-5 പേരെ കൊല ചെയ്തതിന്റെ പേരിൽ ഒരാള് ഉണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു 23-24 വയസ്സായ ഒരു യുവാവ് അല്ലെ, സ്വന്തം അനിയൻ, അതുപോലെ തന്നെ ഉപ്പയുടെ ഉമ്മ, അങ്ങനെ ഒരുപാട് 4-5 പേരെ അവൻ കൊല ചെയ്തു, അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ സ്വന്തം മക്കളുള്ള സമയത്താണ് ഇന്ന് മാതാപിതാക്കൾക്ക് ഭയം. മറ്റത് പുറത്തുനിന്നൊരു കള്ളം വരുമ്പോ വീട്ടിന്റെ ഉള്ളിലുള്ളവർക്ക് പേടിയാണ്. എന്റെ വീട്ടിൽ കള്ളം കയറിയ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒറ്റക്കാണെങ്കിൽ കള്ളരെ എങ്ങനെ നേരിടും എന്നുള്ളൊരു പേടിയായിരുന്നു മുന്നൊക്കെ നമുക്കുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. സ്വന്തം മക്കള് വീട്ടിലേക്ക് വന്നാൽ എന്റെ മകൻ, ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ, എന്റെ മകൻ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഭയത്തിലാണ് ഇന്ന് കേരളത്തിലെ മാതാപിതാക്കൾ ഒട്ടുമിക്ക ആളുകളും. ഇത് വല്ലാത്തൊരു തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ചേഞ്ചാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ മക്കളൊക്കെ വീട്ടിലേക്ക് വന്നാൽ ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷമാണ്, എന്റെ മകൻ വീട്ടിലെത്തി, സമാധാനമായി. ഇപ്പൊ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറുന്നു എങ്കിൽ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം, അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യകാരണങ്ങളും നമ്മൾ എല്ലാവരും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിപ്പോ നമ്മൾ ഓരോ ദിവസം തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, കോട്ടയം, അതുപോലെ തന്നെ മലപ്പുറം അല്ലെങ്കിൽ വളാഞ്ചേരി, ഇങ്ങനെ പല ഭാഗത്ത് ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെന്തിങ്ങനെ യൂട്യൂബിൽ ചാനലിൽ ചിലപ്പോൾ വാർത്ത ആയിട്ട് കാണും, അതല്ലെങ്കിൽ പിന്നെ ടെലിവിഷനിലോ അതിന്റെ അപ്പുറം നമ്മൾ പിന്നെ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഇത് നാളെ നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത, ഒന്ന് നമ്മളെല്ലാവരും അതിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുക. മറ്റൊന്ന്, ഇവിടുത്തെ നിയമം അതിനു വേണ്ടി സജീവമായി നിന്നിട്ടില്ല എങ്കിൽ ശരിക്കും കേരളം ഒരു ഭ്രാന്താലയം ആയി തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നും മയക്കുമരുന്നുമായിട്ട് ഏതൊക്കെ ആളുകളെ പിടിച്ചിട്ടുണ്ട്, എവിടെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി വർക്ക് ചെയ്യുന്നവര്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനയിലുള്ളവര്, ഇങ്ങനെ കുറെ ആളുകളാണ് ഇതിന്റെ പിറകിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ കേരളം പോകുന്നുവെങ്കിൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കുന്നതിന് പകരം എന്റെ വീട്ടിൽ എന്റെ കുട്ടിയുണ്ട്, അതുകൊണ്ട് അയൽവാസികളെ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേക്കണേ, കാരണം എന്താണ് വീടിന്റെ ഉള്ളിൽ നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തലമുറ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുള്ള ഒരു യുവതയാണ് ഇന്നത്തെ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്കൂളിന്റെ മുന്നിൽ നടക്കുന്ന ഓരോ അടിപിടികൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെയാണ് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂർജിച്ചു വലിയ വലിയ പ്രശ്നങ്ങളായി അതിന്റെ പേരിൽ വേർപിരിയാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ അറുകൊല നടത്തുന്ന ഭർത്താവ്, അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റൊരുത്തന്റെ പിറകെ പോവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ. ഇതൊക്കെയാണ് ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബോർഡുകളൊക്കെ മാറ്റേണ്ടി വരും. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ സ്വിച്ചിട്ട പുറത്തൊരു ബോർഡ് കാണേണ്ടി വരും. ആ ബോർഡിൽ എന്ത് തെളിയേണ്ടി വരും? അയൽവാസികൾക്ക് എന്റെ ഭർത്താവ് വീട്ടിൽ ഉണ്ടിട്ടാ നിങ്ങളൊന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേക്കണേ, ഒരു ചെറിയ ശ്രദ്ധ ഇങ്ങോട്ട് വേണേ. കാരണം എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റുന്നില്ല. കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് മാരകമായിട്ട് അടിക്കുന്നു, കുത്തുന്നു, കൊല്ലുന്നു. ഒരു ലെവലും ഒന്നിനില്ല എന്നുള്ളതാ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്, അതായത് ഇപ്പൊ ഈ വളർന്നു വരുന്ന മക്കൾക്ക് വാശി ഭയങ്കര സ്ട്രോങ് ആ. അതിന്റെ ഒരു കാരണമുണ്ട്. ശരിക്കും മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അല്ലെങ്കിൽ സഹോദരങ്ങളെയും ഒക്കെ ഇത്ര ക്രൂരമായിട്ട് കൊല ചെയ്യാനും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യാനും ഒരു മടിയില്ലാത്തത്? ചെറുപ്പം മുതലേ ഏത് വാശിക്കും എന്തിനും കൂട്ടു നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും മക്കൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ ആ ചെറുപ്പത്തിൽ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു പക്ഷെ നമ്മൾ വാങ്ങിക്കൊടുക്കും. 50 രൂപയുടെ ഒരു കാറിന് പകരം ചെറിയ കുട്ടി എനിക്ക് അത് പോരാ, എനിക്ക് അത് വേണം പറഞ്ഞാൽ 500 രൂപയുടെ കാറായിരിക്കും, അത് ഉമ്മ വാങ്ങിക്കൊടുക്കും. ഇനി ഉമ്മ പറ്റൂല എന്ന് പറഞ്ഞില്ലെങ്കിൽ വാപ്പ വാങ്ങിക്കൊടുക്കും. വാപ്പയമ്മയും പറ്റൂല എന്ന് പറഞ്ഞാൽ വല്യപ്പ വാങ്ങിക്കൊടുക്കും. അപ്പൊ കുട്ടിക്ക് എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ളൊരു തോന്നയാണ്. ഈ കുട്ടി വളർന്ന് വലുതായി വരുമ്പോ ഇതിനേക്കാൾ 50-500 50,000 രൂപയുടെ ഫോണും 1 ലക്ഷത്തിന്റെ ഫോണും വലിയ വലിയ പിന്നെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അത് നിറവേറ്റി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതെ വരുമ്പോ മക്കൾ നമ്മളോട് ശത്രുക്കളാവുകയാണ്.
മാത്രമല്ല ശത്രുക്കളാവാന്നല്ല, അവർക്ക് ജീവിതത്തിൽ തോൽക്കാൻ, അതായത് ഇപ്പൊ പറ്റില്ല പോലെ അല്ലെങ്കിൽ തരാൻ പറ്റൂല, അതിൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല എന്ന് വിചാരിച്ച് ക്ഷമിച്ചിരിക്കാൻ, ഒന്ന് തോറ്റിരിക്കാൻ, ഒന്ന് അടങ്ങിയിരിക്കാൻ അവന്റെ മനസ്സുകൊണ്ട് പറ്റാതെ ആകുമ്പോ അവൻ വിജയിക്കാൻ വേണ്ടി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവര് ശത്രുക്കളാകുന്ന സമയത്ത് ഉമ്മ വാപ്പ എന്നുള്ള ബന്ധം ഇവരുടെ മനസ്സിൽ നിന്ന് പോവുക. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ്. എന്ത് തന്നെ ചോദിച്ചാലും ഉടനെ വാങ്ങിക്കൊടുക്കുക, എന്ത് തന്നെ ചോദിച്ചാലും ഉടനെ കൊടുക്കുക. വാശി പിടിക്കുന്നുവെങ്കിൽ കൊടുക്കരുത്. നല്ല രീതിയിലൊക്കെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ സ്നേഹത്തോടെ കൊടുത്തോളൂ. പക്ഷെ നിങ്ങളുടെ മക്കൾ വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വാശി പിടിക്കുന്നുവെങ്കിൽ വാശി മാറാൻ വേണ്ടി നിങ്ങൾ കൊടുത്താൽ അവർക്ക് പിന്നീട് ദേഷ്യം നിങ്ങളോട് തോന്നും. ഒരു സംശയവും വേണ്ട കാര്യത്തില്. വാശി പിടിച്ച് കുറച്ചേരം കരഞ്ഞോണ്ടൊന്നും ഒരു കുട്ടി മരിക്കൂല. അപ്പൊ ഒരു എഴുന്ന് വല്യമ്മ വരും, വല്യപ്പ വരും, അല്ലെങ്കിൽ ആ ചക്കരെ പതിരെ ലിവറൊക്കെ അവരെ എണിപ്പിക്കരുത്. അത് ശീലമാക്കരുത്. കുറെ ദിവസം കഴിഞ്ഞത് അങ്ങനെ മാറിക്കോളും. അതല്ല, നല്ല രീതിയിൽ സ്വഭാവത്തോട് കൂടിയിട്ടൊക്കെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളൊക്കെ പാരന്റിങ്ങിന്റെ വലിയൊരു വിപത്തും ഇതിന്റെയൊക്കെ പിറകിലുണ്ട്. ഇന്ന് കുട്ടിയുടെ ഒരു കണ്ണീര് കാണാൻ നമുക്ക് പറ്റൂല. ഒരു ദിവസം കുട്ടി നടന്ന് സ്കൂളിൽ പോയാൽ അതിന്റെ പേര് സങ്കടപ്പെടുന്ന ഉമ്മ ഉണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോകാതെ കുട്ടി സ്കൂളിലേക്ക് പോയാൽ ടെൻഷൻ അടിച്ച് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടെടുക്കുന്ന ഉമ്മമാരുണ്ട്. മുന്നത്തെ കുട്ടികളൊക്കെ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് കിട്ടിയാൽ കിട്ടി, പിന്നെ വീട്ടിൽ വന്നാലും കിട്ടിയാൽ കിട്ടി. അവർക്കൊക്കെ വിശപ്പറിഞ്ഞിരുന്നു, ഇല്ലായ്മ അറിഞ്ഞിരുന്നു, പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു, കുറച്ച് പക്വത ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നും അറിയാതെ ഒരു എന്താ പറയാ, ഒരു റോബോട്ട് പോലെ അല്ലെങ്കിൽ ഒരു യാന്ത്രികത പോലെ മക്കളെ വളർത്തി അവർക്ക് സത്യം പറഞ്ഞ എന്റെ സുഹൃത്തുക്കളെ ഈ ചാനൽ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന, അവർക്ക് എന്ത് ചോദിച്ചാലും ആവശ്യപ്പെട്ടാലും നിറവേറ്റി കൊടുക്കുന്ന ഒരു ടൂൾ ആയതുകൊണ്ട് മാത്രം മാതാപിതാക്കളായ നമ്മളെ സ്നേഹിക്കുകയാണ്. നേരെ മറിച്ചിട്ട് അവർക്ക് നിങ്ങളൊന്ന് എതിർത്ത് നിന്നോക്കണം. ഇത് അത്രേ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ കാര്യകാരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലുമുണ്ട്. ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇതിനൊക്കെ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് ഇനി ഈ പോക്ക് പോയാൽ ഓരോ വീട്ടിന്റെ മുമ്പിലും വലിയൊരു ബോർഡിൽ എഴുതി വെക്കേണ്ടി വരും. എന്ത്, എന്റെ കുട്ടി വീട്ടിൽ ഇപ്പോഴുണ്ട്, നിങ്ങളൊന്ന് സൂക്ഷിക്കണേ, എന്റെ വീട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ എന്ന്. എന്നിട്ട് കുട്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടി വരുന്നത് കണ്ടാൽ ഉമ്മ ഉടനെ ആ സ്വിച്ച് ഇട്ടിട്ട് പുറത്ത് ആ ലൈൻ ബോർഡ് അല്ലെങ്കിൽ ആ പുറത്ത് ആ ബോർഡ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ എല്ലാ വീട്ടിലേക്കും വരാതിരിക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഏത് രീതിയിലാണോ ഇന്നത്തെ ഈ കുട്ടികളുടെ ലഹളകളും അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ ആർഭാടത്തിന്റെ ഓരോ കാട്ടിക്കൂട്ടലുകളും എന്താ ഓരോ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളതും അനിവാര്യമുള്ളതൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. ഒരു ഡിഗ്രി ഫൈനലിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് അതെല്ലാം ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ തന്നെ വലിയ, എൻ്റെ അടുത്ത് കുറച്ച് മുന്നേ വലിയൊരു സാമ്പത്തികമായ ഉന്നതിയിലുള്ള ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവിടെ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് ആൺകുട്ടി കടന്നു പോകുന്നത്. അപ്പൊ അതേ പ്രായത്തിലുള്ള 1 വയസ്സിന് താഴെയുള്ള ഒരു മകളുണ്ട് ആ വീട്ടില്. ആ പെൺകുട്ടിനോട് പറഞ്ഞ കാര്യമാണ്, എന്റെ ഉമ്മയാണ് എന്റെ ഇക്കാടെ സ്വഭാവം ഇങ്ങനെ വഷളാക്കിയത്. കാരണം ഇക്കൊക്കെ 9ലും 10ലും പഠിക്കുമ്പോ വലിയ ആൾക്കാർക്ക് പോലും കിട്ടാത്ത വിലപിടിപ്പുള്ള ഫോണും അതുപോലെ തന്നെ കാറും അതുപോലെ തന്നെ മറ്റു പിന്നെ ഷൂ, ഇത്രയും സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിക്കൊടുത്തിരുന്നു. ഇപ്പൊ അവർക്ക് അതുകൊണ്ട് ഒതുങ്ങണില്ല. അപ്പൊ അവർക്ക് പറ്റ കയ്യിൽ നിന്ന് പോയിക്കണ്. എന്തുമാവാം ഏതുമാവാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ സ്വന്തം സഹോദരി പോലും ഇത് തിരിച്ചറിയുന്നുവെങ്കിൽ പലപ്പോഴും പല ഉമ്മമാരും മക്കളെ ഭയങ്കര സംഭവമാക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് മുടിയൊക്കെ വെട്ടിക്കണ കോലുണ്ടല്ലോ, എന്തോ ഒരു മോഡലാ വെട്ടിച്ചിട്ട് അങ്ങോട്ട് ചെത്തി പൊളിച്ചിട്ട് നടത്തിക്കാണ്. എല്ലാത്തിലും നമ്മളൊരു അച്ചടക്കം പാലിച്ചിട്ടില്ല എങ്കിൽ വരും നാൾക്ക് നമുക്ക് കണ്ണീരേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എങ്ങനെയാണ് നമ്മൾ മാറി വരേണ്ടത്, ഏത് രീതിയിലാണ് മാറ്റങ്ങൾ വേണ്ടത്, നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സുകൾ രേഖപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുന്നു. പറ്റുന്നവരെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ സൂക്ഷിക്കുക. നമ്മൾ എല്ലാവിധ വാശിക്കും കൂടെ നിന്നിട്ട് വലുതായി കഴിഞ്ഞിട്ട് നമുക്കത് നിറവേറ്റി കൊടുക്കാൻ പറ്റാതെ പോകുമ്പോൾ നമ്മളോട് എന്താവുകയാണ്, എതിരാളികളാവുകയാണ്. അപ്പൊ കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ചെറുപ്പത്തിൽ തന്നെ സ്നേഹമൊക്കെ ഉള്ളിലും പുറത്തൊക്കെ വേണം. പക്ഷെ എന്തും വാങ്ങിക്കൊടുത്തിട്ട് മക്കളെ വളർത്തുന്നുവെങ്കിൽ പോസിറ്റീവ് അല്ല, അത് വലിയ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. സ്നേഹത്തോടുകൂടി റസാലിക്കാം.